പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എല്ലാ മത്സരത്തിലും A+ വാങ്ങുന്നവരാണ് മിടുക്കരെന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം ഒരു മത്സര പരീക്ഷകളും നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കുന്നില്ല. ജീവിതത്തിലെ A+ നേടുന്നവന്റേതാണ് ലോകം. ഇവിടെ തട്ടമിട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? ആ തട്ടൊന്ന് എനിക്ക് ഇട്ട് തരുമോ? ഞാൻ ഈ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ വല്ല ഭയം തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടെ അല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. തട്ടമിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പൊ നാളത്തെ നമ്മുടെ നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാളാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത്. ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ വലിയ പ്രചോദനം പകരുന്ന വാക്കുകളാണ് ഐഷുക്കുട്ടിയുടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഐഷ. കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി CMS LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി കാർണിവൽ എന്ന ഈ മഹാസംഗമത്തിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെ ഒക്കെ കാണാൻ സാധിച്ചതിലും ഒത്തിരി ഒത്തിരി സന്തോഷം. അതിനാദ്യം തന്നെ ഇതിന്റെ സംഘാടകരോടും നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇരിങ്ങാലക്കുടയിൽ വരുന്നത്. ഒരിക്കലും മരിക്കാത്ത കുറേയധികം നർമ്മരസങ്ങൾ സമ്മാനിച്ചു പോയ ഒരു മഹാനടന്റെ, ഒരു നല്ല മനുഷ്യന്റെ നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഈ കണ്ടാരൻ മൈതാനിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. ഈ പരിപാടിക്ക് വരുമ്പോ എനിക്ക് അയച്ചെന്ന നോട്ടീസിൽ നിന്നുള്ള വിവരം മാത്രമേ എനിക്ക് അറിയാവൂ. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാർണിവൽ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കിക്കൊണ്ട് മാനവികതയുടെ സന്ദേശം ഓതുന്ന ഒരു നാടിന്റെ ഒത്തുചേരലിന്റെ ഉത്സവമാണ് ഈ സംഗമം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലേ? അങ്ങനെയല്ലേ? അതെ, ആ മാനവികതയുടെ, മനുഷ്യ സ്നേഹത്തിന്റെ വൈകാരിക തലങ്ങളിലുള്ള ബന്ധമാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധവും എന്നെ ഈ വേദിയിലെത്തിക്കാൻ കാരണമായത്. അതായത് എന്റെ നാട്ടിലെ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ കലോത്സവ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ഞാനൊരു കുഞ്ഞു പ്രസംഗം ചെയ്തായിരുന്നു. ആ പ്രസംഗം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ആന്റി സ്വന്തം വേദിയിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ആന്റി. അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞത് ആരാണ് ഭിന്നശേഷിക്കാർ, അവരുടെ പ്രത്യേകത എന്താണ്, അവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നൊക്കെയായിരുന്നു. ആ പ്രസംഗം കേട്ടവരാണ് എന്നെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള ബന്ധം മാനവികതയുടെ ബന്ധമാണെന്ന്. മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യനാകണം. മനുഷ്യനാകാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. മനുഷ്യത്വം നഷ്ടമായാൽ, മാനവികത ഇല്ലാതായാൽ പിന്നെ അവൻ ആരാ? ഉദാഹരണം, പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം നടക്കുന്ന നാടാണല്ലോ നമ്മുടെ ഈ നാട്. തൃശൂർ പൂരത്തിന് തിടമ്പേറ്റി നിരന്നു നിൽക്കുന്ന ഗജവീരന്മാർ, അതിൽ ഏതെങ്കിലും ഒരു ആന, അതിലേതെങ്കിലും ഒരു ആന ഇന്നേ വരെ ഇത്രയും ജനങ്ങൾ കൂടുന്ന സ്ഥലമാണെന്ന് കരുതി തന്റെ നാണം മറയ്ക്കാൻ ഒരു ബെർമൂടെങ്കിലും ഇട്ടോണ്ട് വന്നിട്ടുണ്ടോ? മുള്ള മുട്ടിയാൽ ടോയ്ലറ്റ് എവിടെയെന്ന് അന്വേഷിക്കാറുണ്ടോ? അമ്പൽ നടല്ലെങ്കിൽ അവിടെ, പള്ളി പറമ്പില്ലെങ്കിൽ അവിടെ, അല്ലേ? ഞങ്ങളുടെ നാട്ടിലേക്ക് ആന അങ്ങനെ, നീ ഇവിടെ തന്നെ ടോയ്ലറ്റിൽ പോകുമെന്ന് എനിക്കറിഞ്ഞൂടാണ്. ഇനി അവന് കലിപ്പായാലോ കണ്ണി കാണുന്നതൊക്കെയും തകർത്ത് തരിപ്പളാക്കും, അല്ലേ? ആന എങ്ങനെ ഇടഞ്ഞു വരുന്നു,
വഴിയിൽ ഒരു ബെൻസ് കാറ് കിടക്കുന്നു. ഹോ, ഇത് ഭയങ്കര വിലയുള്ള കാറാ, ഇത് വേണ്ട. അപ്പോഴത്തെ ഒരു ഓട്ടോറിക്ഷ എടുപ്പുണ്ട്, അത് പോയി പൊളിക്കാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു അന പോവോ? അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, മനുഷ്യത്വം നഷ്ടമായാൽ, മാനവികത ഇല്ലാതായാൽ പിന്നെ മൃഗതുല്യമായിരിക്കും. അതാണ് ഗസയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കരിച്ചു കളയുകയാണ്. അംഗഭേദം വന്നവർ അതിൽ ഇരട്ടിയാണ്. കയ്യും കാലുമില്ലാത്തവർ, മരണ തുല്യമായി ജീവിക്കുന്നവർ, വിശന്ന് വലഞ്ഞ് ഒരിറ്റ് വെള്ളത്തിനായി, ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി വാപ്പിളർക്കുന്ന കുഞ്ഞു മക്കളുടെ വായിലേക്ക് ബോംബുകളും മിസൈലുകളും വർഷിക്കുന്നത് കാണുമ്പോൾ ഹോ, ഇതെന്ത് കഷ്ടം എന്നെങ്കിലും പറയാൻ കഴിയാത്തവനെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ? ഗസയിൽ മാത്രമല്ല, യുദ്ധം നാശം വിതച്ച എവിടെയും ഇതാണ് അവസ്ഥ. എല്ലാ യുദ്ധങ്ങളും നഷ്ടമല്ലാതെ മറ്റൊന്നും സമ്മാനിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്നവന് എങ്ങനെ മനുഷ്യനാകാൻ പറ്റും? ലോകത്ത് നന്മ പറ്റാത്ത കുറെ മനുഷ്യരെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുത്തിടെ ഒരു വീഡിയോ കണ്ടു. കുപ്പികളിലും പൊങ്ങിക്കിടക്കുന്ന പാത്രങ്ങളിലും ഭക്ഷണധാന്യങ്ങൾ നിറച്ച് കടലിലേക്ക് വലിച്ചെറിയുകയാണ് ഈജിപ്തുകാർ. അവർ എറിയുന്നത് ഭക്ഷണവും വെള്ളവുമല്ല, വേദന അനുഭവിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹമാണ്, കാരുണ്യമാണ്, കടമയും കരുതലുമാണ്. അവ ഗസയിലെത്തുമെന്ന് ഉറപ്പില്ല. എങ്കിലും തിരമാലകൾ തീരത്തെത്തിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ ഏറെ തുടരുകയാണ് ഈജിപ്തുകാർ. ഗസയിലെ വിശന്ന് കരഞ്ഞു തളർന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ ദൃശ്യങ്ങൾ കണ്ട് കരളലിഞ്ഞ ഈജിപ്തിലെ സാറ എന്ന മനുഷ്യാവകാശ പ്രവർത്തകയുടെ മനസ്സിലുദിച്ച ആശയമാണ് ആ നാട്ടിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അരിയും പയറും പരിപ്പുമൊക്കെ വൃത്തിയുള്ള കുപ്പിയിൽ നിറച്ച് ഓരോ കുപ്പിയിലും ഒരു ചെറിയ കടലാസ് വെച്ചു. അതിൽ ഇങ്ങനെ എഴുതി: ക്ഷമിക്കുക, നിങ്ങളുടെ ക്ഷമയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. അതിനിടയിൽ സാറാൻഡിയുടെ പേരും നമ്പരും. മറ്റൊന്നുമല്ല, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവരെ കുറിച്ച് ഇപ്പോഴും ഓർക്കുന്ന ഹൃദയമുണ്ടെന്ന് അവരറിയാൻ വേണ്ടി മാത്രം. പ്രിയപ്പെട്ടവരെ, ഭദ്രമായി അടിച്ച കുപ്പികൾ ലക്ഷ്യത്തിലെത്തണേ എന്ന പ്രാർത്ഥനയോടെ കടലിലേക്ക് ഒഴുക്കി ഈജിപ്തുകാർ. ആ കുപ്പികളെ കാറ്റ് ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയില്ല. കുപ്പികളിൽ കടൽ വെള്ളം കയറി ഭക്ഷണം കേടുവന്നില്ല. മൂന്നാം ദിവസം രാവിലെ സാറാൻഡിയുടെ ഫോണിലേക്ക് ഗസയിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിലെ ഡോക്ടറുടെ ആദ്യ സന്ദേശമെത്തി. അത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ 10 കുപ്പികൾ തീരത്തെത്തി. നിരവധി കുടുംബങ്ങൾ വയറ് നിറച്ചു. കുപ്പിയിലുണ്ടായിരുന്ന കടലാസ് കയ്യിലെടുത്ത് 2 കുട്ടികൾ നിങ്ങളുടെ പേരിൽ ചുണ്ടമർത്തി കരയുന്നത് ഞാൻ കണ്ടു. വിറയാർന്ന സ്വരത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു: ദൈവത്തിന് മുന്നിൽ നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഞങ്ങൾ പറയാതിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് മാനവികതയുടെ മഹത്തായ സന്ദേശം. മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ എം സ്വരാജേട്ടന്റെ ഒരു പ്രസംഗം. വൈക്കം മുഹമ്മദ് ബഷീർ എപ്പോഴും ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമഴ്ത്തി വെക്കും എന്നാണ് പറയാറ്. അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ ശീലമുള്ളവരാണോ എന്ന് എനിക്കറിയുമില്ല. സാധാരണഗതിയിൽ അങ്ങനെയല്ല. അപ്പോ കാരശ്ശേരി മാഷ് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമഴ്ത്തി വെക്കുന്നത്? അതിന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ മറുപടി: നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഒരിത്തിരി പോളം ചായ ബാക്കി വരും. അപ്പോ ആ ചായയിൽ ഉറുമ്പുകൾ വന്ന് വീണ് ചത്തൊടുങ്ങും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് അദ്ദേഹം ഗ്ലാസ് കമഴ്ത്തി വെക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഉറുമ്പിന്റെ പോലും ദുരന്തത്തിന്
അതിന് ഉറുമ്പ് സ്നേഹം എന്നല്ല പറയാ, അതിന്റെ പേരാണ് മനുഷ്യ സ്നേഹം. മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മറ്റുള്ള ഒരു മനുഷ്യനോടുള്ള സ്നേഹം എന്നല്ല അർത്ഥം. മനുഷ്യന്റെ ഉള്ളിൽ സർവ്വചരാചരങ്ങളോടുമുള്ള സ്നേഹം എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ നിരവധി കലാമത്സരങ്ങൾ നടന്നു കാണുമല്ലോ. അതിൽ A+ഉം Aയും Bയും ഒക്കെ കിട്ടിയവര് കാണും, അല്ലെങ്കിൽ 1 or 2 പോയിന്റിന് പിറകിലായി പോയവരും കാണും. പക്ഷേ രണ്ടാമനുണ്ടെങ്കിലേ ഒന്നാമന് വിലയുള്ളൂ എന്ന സത്യം നാം അറിഞ്ഞൂടാ. ഇവിടെ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും എന്റെ അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എല്ലാ മത്സരത്തിലും A+ വാങ്ങുന്നവരാണ് മിടുക്കരെന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കരുത്. മനുഷ്യനെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം ഒരു മത്സര പരീക്ഷകളും നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കുന്നില്ല. ജീവിതത്തിലെ A+ നേടുന്നവന്റേതാണ് ലോകം. പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടാതെ പോവുകയും കഷ്ടിച്ച് ജയിക്കുകയും ചെയ്താലും സഹജീവിയുടെ കണ്ണുനീർ തുടയ്ക്കാൻ നിന്റെ തൂവിരൽ തുമ്പുയർത്താൻ നിനക്ക് കഴിഞ്ഞാൽ, വേദനിക്കുന്ന ഒരു മനുഷ്യന്റെ തോളിൽ കൈത്തലം അർപ്പിച്ച അവനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ, അതിനേക്കാൾ മികച്ചതല്ല ഒരു പരീക്ഷയിലെ A+ എന്ന് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് രക്ഷിതാക്കൾക്ക്. നല്ല മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മനസ്സകമിൽ മാനവികത പൂത്തിരയാൻ ഈ വേദി കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇവിടെ തട്ടമിട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? തട്ടമിട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരി വരുമോ? എളുപ്പം പ്ലീസ്. ഒരാള് മതി കേട്ടോ. ആ തട്ടൊന്ന് എനിക്ക് ഇട്ട് തരുക. ഞാൻ ഈ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ വല്ല ഭയം തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടെ അല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. തട്ടമിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവര് ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, ഒരിത്തിരി ദയ മതി. മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യുക, അത്ര മതി. ലോകം നന്നായിക്കോളും. താങ്ക് യു. അപ്പൊ നാളത്തെ നമ്മുടെ നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാളാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത്. ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ വലിയ പ്രചോദനം പകരുന്ന വാക്കുകളാണ് ഐഷുക്കുട്ടിയുടെ. ഭിന്നശേഷിത്വത്തിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ വിധത്തിൽ പറഞ്ഞു കൊടുത്ത ഒരാളായിട്ട് ഞാൻ കണ്ടത് ഈ കൊച്ചുകുട്ടിയാണ്. ഒരുപാട് പേർ ഭിന്നശേഷിത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കൊച്ചുകുട്ടി പറയുന്ന അത്ര ഹൃദയസ്പർശിയായിട്ട് വേറെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത്ര മനോഹരമായി തോന്നിയത് കൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത്. ഇപ്പൊ ഇരിങ്ങാലക്കുടയിൽ കൊളത്തിശ്ശേരിയിൽ കണ്ടാരന്തറ മൈതാനത്തെത്തി അതിമനോഹരമായി മനുഷ്യ സ്നേഹത്തെയും മാനവികതയെയും കുറിച്ച് സംസാരിച്ച ഈ കുഞ്ഞുമോൾക്ക് നമ്മുടെ നാടിന്റെ ഏറ്റവും സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. വലിയ കുട്ടിയായി ഈ നാടിനെ നയിക്കണം കേട്ടോ.